നമസ്കാരം. ഞങ്ങളുടെ ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ വന്നൊരു ഫാമിലി കുറച്ച് നേരത്തെ ഇരുന്ന സംഭവമാണ്. അവർ ഓർഡർ ചെയ്ത ഭക്ഷണം ഒരു കുട്ടി ആ, ഏറിയ പങ്ക് ഭക്ഷണവും വേസ്റ്റാക്കി കളയുകയാണ്. അപ്പോൾ ഗാസയിലെ കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആ കുട്ടികൾ കാത്തു നിൽക്കുന്നതും, ആഹാരം കൊണ്ടുവരുന്ന വണ്ടിയുടെ പുറകെ ഓടുന്നതുമായിട്ടുള്ള വീഡിയോയും ഫോട്ടോസും ഞാൻ ആ കുട്ടിയെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ടി വിയിലും മൊബൈലും ഉള്ളതല്ലേ, ഞാൻ കാണാറുണ്ട്. പ്രിയപ്പെട്ട ബെന്യാമിൻ പറഞ്ഞ വാക്കുകളുണ്ട്. നാം അനുഭവിക്കാത്ത ജീവിതം നമുക്ക് വെറും കെട്ടുകഥകളായിരിക്കും. വാസ്തവല്ലേ? നാം അനുഭവിക്കാത്തത് എന്തും നമുക്ക് കെട്ടുകഥകളാണ്. 16 വർഷം സ്കൂളിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ സ്കൂളിൽ എത്തുന്ന സമയത്ത് വാഷ് ഏരിയയിൽ 2 വലിയ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ ആ ബക്കറ്റിൻ്റെ മുകളിൽ മല പോലെ ഭക്ഷണാവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. സ്കൂളിൻ്റെ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ചാർജ് എന്നെ ഏൽപ്പിക്കുകയും ഏതാണ്ട് ഒരാഴ്ചയ്ക്കകം ബക്കറ്റിന് മുകളിൽ കുന്നുകൂടി കിടന്ന ഭക്ഷണ അവശിഷ്ടം ബക്കറ്റിൻ്റെ താഴെ ഈ ഒരു വലുപ്പത്തിൽ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ എനിക്ക് സാധിച്ചു. സൊമാലിയയിലെ കുട്ടികളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയും വിശപ്പും ആ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ, ഞങ്ങളുടെ സ്കൂളിലെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചു. അതിൻ ഫലമായി ഭക്ഷണം വേസ്റ്റാക്കുന്നത് ഒരുപാട് കുറഞ്ഞു. ചില പേരൻസ് നിർബന്ധിച്ച് ഒരുപാട് ഭക്ഷണം കൊടുത്തുവിടും. ആ പേരൻസിനെയും വിളിച്ച് സംസാരിച്ചു. ഭക്ഷണം വേസ്റ്റാക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. നാം ഒന്ന് ഓർക്കുക, നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം വേസ്റ്റാക്കി കളയുമ്പോൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു പിടി ആഹാരത്തിന് വേണ്ടി പൊന്നോമനകൾ ഭക്ഷണം കൊണ്ടുവരുന്ന വണ്ടിയുടെ പുറകെ പാത്രങ്ങളുമായി ഓടുന്നതും, ഉള്ള പാത്രം വഴിച്ച് നക്കി തുടയ്ക്കുന്നതും നാം കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിങ്ങൽ പുറത്തേക്ക് വരാറില്ലേ? അത് വന്നില്ല എങ്കിൽ മനുഷ്യത്വം എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആഹാരം വിലപ്പെട്ടതാണ്. ഒരു നുള്ള് ആഹാരം പോലും കളയാതെ നമുക്ക് കഴിക്കാം. കാരണം ലോകത്ത് അങ്ങോളം ഇങ്ങോളം പട്ടിണി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു.